ഇന്ന് ചെറുപഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ചെറുപഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അത് മിക്സിയിൽ അരച്ചെടുക്കണം എന്നില്ല കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചും ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ഒരു 1/2 കപ്പ് വരെയൊക്കെ ആവട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് അധികം ലൂസായി പോവാതെ നോക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലുള്ള മാവാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്ക് കൈകൊണ്ടൊക്കെ ഇങ്ങനെ നുള്ളിയെടുക്കാൻ പാകത്തിലുള്ള ആ ഒരു തരത്തിലുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കൈവച്ച് തന്നെ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒരു വശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കൈവച്ചന് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്പൂൺ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഫ്രൈ ചെയ്യാനും അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം വെച്ചിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.